കമാൻഡുകൾ SQL കമാൻഡുകൾ നമ്മുടെ മരിയ DB എന്ന് പറഞ്ഞ ഡാറ്റാബേസ് സിസ്റ്റത്തിൽ SQL ക്വറികളിൽ എൻട്രി ചെയ്ത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അതിന് നമ്മൾ ആദ്യം വേണ്ടത് ആ പ്രോംപ്റ്റ് മരിയ DBയുടെ ഡാറ്റാബേസ് പ്രോംപ്റ്റ് എടുക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം. മരിയ DB എന്നുള്ള പേരിൽ എന്നുള്ള പേരിൽ ഒരു പ്രോംപ്റ്റ് വരും. നമ്മൾ ആദ്യം നമ്മുടെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യലാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് നമ്മൾ ക്രിയേറ്റ് ഡാറ്റാബേസ് കമാൻഡ് കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്വറി ഓക്കെ എന്ന് വരും. എല്ലാ ക്വറികളുടെയും സക്സസ്ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ ക്വറി ഓക്കെ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കമാൻഡ് സക്സസ്ഫുള്ളായി എററില്ലാതെ എക്സിക്യൂട്ടായി എന്നർത്ഥം. ഇനി ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനാണ് ഇതിനെ ഓപ്പൺ ചെയ്യുക. ഡാറ്റാബേസിനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാനുള്ള കമാൻഡ് യൂസ് കമാൻഡാണ്. യൂസ് കമാൻഡ് ഉപയോഗിക്കുക. യൂസ് ആ ഡാറ്റാബേസിൻ്റെ പേര് ഉപയോഗിക്കുക. ദെൻ നമ്മൾ എൻ്റർ കീ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ കീ ഉപയോഗിക്കുക. അപ്പോൾ ഡാറ്റാബേസ് ചേഞ്ചഡ് എന്ന് പറഞ്ഞിട്ട് വരും. അതുപോലെ നൺ എന്ന് പറയുന്നത് മാറി ആ ഡാറ്റാബേസിൻ്റെ പേര് വരും. ഇനി നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാബേസ് SQL കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ അതിന് നമ്മൾ ജീനി തുറക്കുക. ജീനി തുറന്നിട്ട് അതിൽ ക്രിയേറ്റ് ടേബിൾ കമാൻഡാണ് ആദ്യം. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്ത് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് താഴെ കിടക്കുന്നുണ്ടാവും. സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൗസ് കർസർ കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ആ കമാൻഡ് അവിടെ പേസ്റ്റ് ആവും. ദെൻ എൻ്റർ കീ അടിക്കുക. അപ്പോൾ നമുക്ക് ക്വറി ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ അതായത് നമ്മുടെ ടേബിൾ ക്രിയേറ്റായി എന്നാണ് അർത്ഥം. ഇനി അടുത്തത് വീണ്ടും നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ടുള്ളത്. വീണ്ടും നമ്മൾ ജീനി എന്ന് പറഞ്ഞതിലോട്ട് പോവുക. ജീനി എന്ന് പറഞ്ഞതിലോട്ട് പോയിട്ട് നമ്മുടെ കമാൻഡ് ആദ്യത്തെ റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുക. റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യത്തെ റെക്കോർഡിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കോപ്പി ചെയ്യുക. ദെൻ വീണ്ടും കമാൻഡ് പ്രോംപ്റ്റ് താഴെയുണ്ട്. അത് സെലക്ട് ചെയ്യുക. വീണ്ടും നമ്മൾ തിരിച്ചു വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് വരും. എൻ്റർ ചെയ്യുക. വീണ്ടും ഇതേ പ്രവർത്തനങ്ങൾ നമ്മൾ വീണ്ടും അടുത്ത റെക്കോർഡിന് വേണ്ടിയിട്ട് വീണ്ടും സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. അതേപോലെ തന്നെ കമാൻഡ് പ്രോംപ്റ്റിലോട്ട് വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പം അങ്ങനെ ക്വറി ഓക്കെ എന്ന് വന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിളുകളുടെ റെക്കോർഡ്സ് ക്രിയേറ്റ് ആവുന്നുണ്ട് എന്നാണ് അർത്ഥം. വീണ്ടും മൂന്നാമത്തെ റെക്കോർഡ് സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു, വീണ്ടും പ്രോംപ്റ്റിൽ വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുക. നാലാമത്തെ റെക്കോർഡ് നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ 4 എണ്ണം ഓരോ പ്രാവശ്യം ക്വറി ഓക്കെ എന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ദെൻ ഓരോ പ്രാവശ്യം കോപ്പി ചെയ്യുക, ദെൻ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് 5 റെക്കോർഡുകൾ ഇൻസേർട്ടായി. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞതിൻ്റെ കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് കോപ്പി ചെയ്യുക. നമ്മൾ വീണ്ടും പ്രോംപ്റ്റിലോട്ട് വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മുടെ ക്വറി ഓക്കെ 5 റോകൾ എഫക്റ്റഡ്, അതായത് 5 റോകളുടെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന അർത്ഥം മെസ്സേജ് വരും. ദെൻ അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഡീറ്റെയിലൊക്കെ സെലക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക. അതിനുള്ള കമാൻഡാണ് സെലക്ട് സ്റ്റാർ. കോപ്പി ചെയ്യുക, ദെൻ പ്രോംപ്റ്റിലോട്ട് വരിക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഡീറ്റെയിലൊക്കെ ഒരു ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് കാണാനായിട്ട് ഇത് സാധിക്കും. ഇനി അടുത്ത ലാസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോമേഴ്സ് ബാച്ചിലെ കുട്ടികളുടെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ ബാച്ച് ഈക്വൽ ടു കോമേഴ്സ്. അത് അറിയണമെങ്കിൽ കമാൻഡ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ കോമേഴ്സ് ബാച്ചിലെ കുട്ടിയുടെ ഡീറ്റെയിൽ മാത്രം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് SQL പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഡയറക്റ്റ് കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുന്നതിനും പകരമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ജീനി കൂടി ഉപയോഗിച്ചാൽ. അപ്പോൾ അത് നല്ലതാണെങ്കിൽ ഉപയോഗിക്കുക.